ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സീഡ്സ് ഓഫ് ലൈഫ് എന്ന പാഠഭാഗമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓണം എക്സാമൊക്കെ കഴിഞ്ഞു, നമ്മൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തു, പഠിച്ചു. ഇനി നമുക്ക് ഈ പുതിയ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് കൂട്ടുകാർ വായിച്ചു നോക്കുക. എന്നിട്ട് താഴെ തന്നിട്ടുള്ളത് നോക്കൂ. ഹാവ് യു റീഡ് ദ സ്റ്റോറി ഓഫ് പിങ്ക്? എന്താണ്, നിങ്ങൾ പിങ്കിൻ്റെ ഈ കഥ വായിച്ചല്ലോ. ഓൺലി ലിവിങ് സീഡ്സ് ജെർമിനേറ്റ് റൈറ്റ്. എന്താണ്, ജീവനുള്ള വിത്തുകൾ മാത്രമേ മുളക്കുകയുള്ളൂ, ശരിയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കഥ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൽ പറയുന്നത് എന്ന്. കളക്ട് എ വെറൈറ്റി ഓഫ് സീഡ്സ്, ഡിസ്പ്ലേ ദ സീഡ്സ് ഇൻ യുവർ ക്ലാസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്, നിങ്ങളെടുത്ത് കുറച്ച് സീഡ്സ് എടുത്തിട്ട്, വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സീഡ്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതണം? നെയിം ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റിൻ്റെ പേര് എഴുതുക, കളർ എഴുതുക, സൈസ്, ഷേപ്പ്, അതർ ഫീച്ചേഴ്സ്, ഇതൊക്കെ നിങ്ങളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഈവൻ ദോ ദ സീഡ്സ് ഹാവ് ലൈഫ്, will all the seeds buried in the soil germinate? Why don't all the seeds germinate? ജീവനുള്ളവയാണെങ്കിൽ പോലും മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളക്കാത്തത്? എന്തുകൊണ്ടായിരിക്കാം? ചിലപ്പം ആ വിത്തിന് എന്തുണ്ടായിരിക്കില്ല, മുളക്കാനുള്ള ഒരു ഇതുണ്ടായിരിക്കില്ല, അല്ലേ, നല്ല വിത്തായിരിക്കില്ല. അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ചില വിത്തുകൾ നമുക്ക് മുളക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി താഴെ നോക്കൂ. ലെറ്റ്സ് അസ് ജെർമിനേറ്റ് സീഡ്സ്. വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് ദ സീഡ്സ്? റൈറ്റ് ഡൗൺ യുവർ ഗസ്. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഒരു വിത്ത് മുളക്കാൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആവശ്യമായിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ വാട്ടർ തന്നിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ വേണം? എയർ വേണം, അല്ലേ, എയർ വേണം, ഫേവറബിൾ ടെമ്പറേച്ചർ ആയിരിക്കണം, ഇതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ എഴുതുക എയർ, ഫേവറബിൾ ടെമ്പറേച്ചർ എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് യുവർ ഗ്ലാസ് ഈസ് കറക്റ്റ്? എന്താണ്, നിങ്ങളുടെ ഊഹം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലെറ്റ്സ് us do the necessary experiment to find out it. Take some wet soil in a glass and put some pea seeds in it. Place in it an area where it will get sunlight. Water should also be given at the required rate to maintain moisture. Observe it every day. What all factors did the seeds get? എന്താണ്, ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്തിട്ട് ഏതാനും പയറ് വിത്തുകൾ അതിൽ ഇടുക. പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുകയും ചെയ്യുക. നനവ് നിലനിർത്താൻ ആവശ്യമായ തോതിൽ വെള്ളം നൽകുകയും വേണം. എല്ലാ ദിവസവും നിരീക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഘടകങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഒരു സീഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോയിൽ കിട്ടിയിരുന്നു, വാട്ടർ കിട്ടിയിരുന്നു, എയർ കിട്ടിയിരുന്നു, സൺലൈറ്റ് കിട്ടിയിരുന്നു. Are all these factors necessary for germination of seed? How to find it out? എന്താണ്, വിത്ത് മുളക്കാൻ എല്ലാ ഘടകങ്ങളും ആവശ്യമുണ്ടോ, എങ്ങനെ കണ്ടെത്തും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. എന്താണ്, സോയിൽ ആവശ്യമാണോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ സോയിൽ ആവശ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ് വാട്ടർ നെസസറി ഫോർ ദ സീഡ് ജെർമിനേഷൻ, വാട്ടർ ആവശ്യമാണോ? ഈ സൺലൈറ്റ് നെസസറി ഫോർ ദ സീഡ് ജെർമിനേഷൻ. ഈ 3 നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അതിനുള്ള എക്സ്പെരിമെൻറ്റ് നമുക്ക് ആദ്യം എഴുതി നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് ഈ സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പെരിമെൻ്റ് എഴുതാം. എയിം എന്താണ്? ടു ഫൈൻഡ് ഔട്ട് വെദർ സോയിൽ ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേഷൻ. ജെർമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്താ ആവശ്യമാണോ, സോയിൽ ആവശ്യമാണോ എന്ന് നോക്കുകയാണ്. മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? ഗ്ലാസ്, പീ സീഡ്സ്, കോട്ടൺ, വാട്ടർ, ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ്. ഇനി അതിൻ്റെ പ്രൊസീജിയർ: ടേക്ക് എ വെറ്റ് കോട്ടൺ ബോൾ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ദ seed on it. Then keep the glass open in sunlight. Okay, ഇനി ഒബ്സർവേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ എന്താണ്, ദ നെക്സ്റ്റ് ഡേ ദ സീഡ്സ് സ്പ്രൗട്ട് അത് എന്ന് നമ്മൾ നോക്കണം. ഇനി കൺക്ലൂഷൻ എന്ന് പറയുന്നത് സോയിൽ ഈസ് നോട്ട് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. എന്താണ്, അവിടെ സോയിൽ ഇല്ലെങ്കിലും അവിടെ ആ വിത്ത് മുളക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, സോയിൽ എന്ന് പറയുന്നത് സീഡ് ജെർമിനേഷന് ആവശ്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ നെസസറി ആണോ എന്ന് നോക്കുന്നതാണ്. അപ്പോൾ എയിം എഴുതുക. ടു ഫൈൻഡ് ഔട്ട് വെദർ വാട്ടർ ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ
വേണ്ടിയിട്ട് അവിടെ എന്താണ് വാട്ടർ ആവശ്യമാണോ എന്നുള്ളതാണ്. മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? ഗ്ലാസ്, ഡ്രൈ സോയിൽ, പീ സീഡ്സ്. ഇത്രയും ഈ 3 സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫിൽ എ ഗ്ലാസ് വിത്ത് എ കംപ്ലീറ്റ്ലി ഡ്രൈ സോയിൽ. ഡ്രൈ സോയിലിൽ എന്താണ് ആ ഒരു ഗ്ലാസ്സിൽ ഡ്രൈ സോയിൽ നമ്മൾ വെക്കുക കംപ്ലീറ്റ് ആയിട്ട്. പുട്ട് 4 or 5 pea seeds in it. എന്നിട്ട് 4 or 5 പയർ വിത്തുകൾ ഇട്ട് കൊടുക്കുക. ദ സീഡ് ഷുഡ് നോട്ട് ഗെറ്റ് നോർമൽ എയർ, ലൈറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. എന്നിട്ട് ലൈറ്റും എയറും എല്ലാം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുവെക്കുക. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ സീഡ്സ് ഡിഡിൻ സ്പ്രൗട്ട്. എന്താണ് ആ സീഡ് മുളച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് വാട്ടർ ഈസ് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. വാട്ടർ എന്ന് പറയുന്നത് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ സൺലൈറ്റ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ് എന്നുള്ളതാണ്. സൺലൈറ്റ് ആവശ്യമാണോ എന്നുള്ളതാണ്. അതിൻ്റെ എക്സ്പെരിമെൻറ്റ് നോക്കാം. എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് വെദർ സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി സൺലൈറ്റ് ആവശ്യമാണോ? മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? സ്റ്റീൽ ഗ്ലാസ്, സോയിൽ, വാട്ടർ, പീ സീഡ്സ്, ബ്ലാക്ക് കബോർഡ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രൊസീജിയർ എന്ന് പറയുന്നത് പുട്ട് സം സോയിൽസ് ഇൻ എ സ്റ്റീൽ ഗ്ലാസ്. സ്റ്റീൽ ഗ്ലാസ്സിൽ കുറച്ച് സോയിൽ ഇട്ട് കൊടുക്കുക. ആഫ്റ്റർ പുട്ടിങ് സം പീ സീഡ്സ് pour സം വാട്ടർ. അതിനുശേഷം കുറച്ച് പയർ വിത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കവർ ദ ഗ്ലാസ് വിത്ത് ബ്ലാക്ക് കാർഡ്ബോർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് സൺലൈറ്റ് നെവർ എൻറ്റേഴ്സ് ഇറ്റ്. എന്നിട്ട് സൺലൈറ്റ് വരാത്ത വിധത്തിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് കാർഡ്ബോർഡ് കൊണ്ട് അതിനെ കവർ ചെയ്ത് കൊടുക്കുക. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സീഡ്സ് സ്പ്രൗട്ട് എന്നുള്ളതാണ്. വിത്ത് മുളച്ചു. അപ്പോൾ എന്താണ് അവിടെ കൺക്ലൂഷൻ? സൺലൈറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. അഥവാ സൺലൈറ്റ് എന്ന് പറയുന്നത് സീഡ് ജെർമിനേഷന് ആവശ്യമായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 എക്സ്പെരിമെൻറ്റ് നിങ്ങൾ എഴുതി കൊടുക്കുക. ദെൻ അടുത്തത് ലെറ്റ് അസ് ഡു ദ എക്സ്പെരിമെൻറ്റ്. അടുത്തതും ഒരു എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. ലെറ്റ് അസ് ട്രൈ ദ എക്സ്പെരിമെൻറ്റ് പ്ലാൻഡ് സോ ഫാർ. എന്താണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്? ഇതുവരെ നമ്മൾ ചെയ്ത പരീക്ഷണങ്ങളിൽ ഒരു ലാസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമുക്ക് അടുത്തതായിട്ട് ചെയ്തു നോക്കാം. Place green gram seed in a glass so that it is receives soil, air, water and sunlight. അടുത്തതായിട്ട് ഒരു ഗ്ലാസ്സിൽ നമുക്ക് മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവ ലഭിക്കുന്ന വിധം ചെറു പയർ വിത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലേ ദ സീഡ്സ് ഇൻ അതർ 3 ഗ്ലാസസ് ആൻഡ് ഡു നോട്ട് ഗെറ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ് അറ്റ് എ ടൈം: സോയിൽ, വാട്ടർ ആൻഡ് സൺലൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ വേറൊന്ന് എടുത്തിട്ട് വേറെ 3 ഗ്ലാസ്സുകൾ എടുത്തിട്ട് അതിലൊന്ന് മണ്ണ്, ഒന്ന് ജലം, അതുപോലെ തന്നെ സൂര്യപ്രകാശം എന്നിവയിൽ നിന്ന് ഓരോന്ന് ലഭിക്കാത്ത വിധം പയർ വിത്ത് മാറ്റിവെക്കുക. അഥവാ ഒന്നിൽ നമുക്ക് മണ്ണ് ഇടണം, ഒന്നിൽ എന്താണ് മണ്ണില്ലാത്ത ഡ്രൈ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മണ്ണില്ലാതെ നമ്മളൊരു കോട്ടണിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അടുത്തത് നമ്മൾ സൺലൈറ്റ് ഇല്ലാതെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എഴുതേണ്ടത് ഇതിൽ ഓരോ ദിവസവും എന്താണ് ഒബ്സർവേഷൻ എന്ന് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ഡേ 1 ക്ലാസ് 1 എന്തൊക്കെയാണ് ഉണ്ടാവുക? നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. ഡേ 1 സീഡ്സ് ബിഗിൻ ടു സ്വെൽ സ്ലൈറ്റ്ലി എന്നുള്ളതാണ് ഉണ്ടാവുക. ഡേ 2 സീഡ്സ് സ്റ്റാർട്ട് ടു സ്പ്രൗട്ട് എന്നുള്ളത് ഉണ്ടാവും. ദെൻ ഡേ 3 സ്പ്രൗട്ട് ഗ്രോ ലോങ്ങർ, സ്മോൾ ലീവ്സ് ബിഗിൻ ടു അപ്പിയർ. ഡേ 4 ഹെൽത്തി സ്പ്രൗട്ട് വിത്ത് ഗ്രീൻ ലീവ്സ്. ഇതാണ് നമ്മുടെ ക്ലാസ് 1 ഉണ്ടാവുന്നത്. അഥവാ ഗിവൺ ഓൾ ഫാക്ടേഴ്സ് ഉള്ളതിൽ നമ്മൾ സാധാരണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ സീഡ് മുളക്കും. അതിനുശേഷം അത് വലുതാവും അല്ലേ, സ്മോൾ ലീവ്സ് ഒക്കെ വരാൻ തുടങ്ങും, പിന്നെ ഗ്രീൻ ലീവ്സ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങും. അതാണ്. ഇനി ക്ലാസ് 2 അഥവാ ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് സോയിൽ. സോയിൽ ഇല്ലാത്തതിൽ എന്താണ് സംഭവിക്കുക നോക്കാം. അവിടെ ഡേ 1 സീഡ്സ് ബിഗിൻ ടു സ്വെൽ സ്ലൈറ്റ്ലി, സീഡ്സ് സ്റ്റാർട്ട് ടു sprout grow longer, small leaves begin to appear, healthy sprouts with green leaves. ഓക്കെ, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം സംഭവിക്കും. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേന് വിത്ത് മുളക്കും, മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേന് എന്താണ് അതൊന്നും കൂടെ നീളം വെക്കും, സ്മോൾ ലീവ്സ് ഒക്കെ വരാൻ തുടങ്ങും, പിന്നെ 4ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് ഗ്രീൻ ലീവ്സ് ഒക്കെ വരാൻ തുടങ്ങും. ഇനി ക്ലാസ് 3 എന്താ സംഭവിക്കുക? ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് വാട്ടർ ഇല്ലാത്തതിൽ എന്താ സംഭവിക്കുക? അവിടെ ഡേ 1 സീഡ്സ് റിമൈൻ ഡ്രൈ ആയി മാറും. രണ്ടാമത്തേലോ സീഡ്സ് റിമൈൻ ഡ്രൈ ആൻഡ് അൺറെസ്പോൺസീവ്. എന്താണ് അവിടെ ഒന്നും ഒരു റെസ്പോൺസും നമുക്ക് കിട്ടില്ല. ഡേ 3 ആകുമ്പോൾ സീഡ്സ് റിമൈൻ ഡ്രൈ, നോ സ്പ്രൗട്ടിങ്. വീട് ഡ്രൈ ആവും, അത് മുളക്കില്ല. 4ാമത്തെ ദിവസം ആകുമ്പോൾ സീഡ്സ് റിമൈൻ ഡ്രൈ ആൻഡ് അൺചേഞ്ച്ഡ്, അത്
ചേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇനി ക്ലാസ് 4 അഥവാ ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് സൺലൈറ്റ്. സൺലൈറ്റ് ഇല്ലാത്തതിൽ എന്താ സംഭവിക്കുക? അവിടെ ഡേ 1 സീഡ്സ് ബിഗിൻ ടു സ്വെൽ സ്ലൈറ്റ്ലി, ഡേ 2 സീഡ്സ് സ്റ്റാർട്ട് ടു സ്പ്രൗട്ട്, ദെൻ ഡേ 3 സീഡ്സ് ഗ്രോ ലോങ്ങർ, ദെൻ ഡേ 4 സ്പ്രൗട്ട്സ് ബിക്കം ലോങ്ങർ. ഓക്കെ, അത് നോർമൽ ആവുന്ന പോലെ തന്നെ അത് വലുതായിട്ട് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇത് നമ്മൾ സൺലൈറ്റ് മാത്രം കൊടുക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കൂ. വിച്ച് ഓൾ ഫാക്ടേഴ്സ് വേർ ഫൗണ്ട് ടു ബി നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് വിത്ത് മുളക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ വേണമെന്നാണ് കണ്ടെത്തിയത് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലായില്ലേ, ചില കാര്യങ്ങൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. എല്ലാതും നമുക്ക് വേണമെന്ന് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? നമുക്കിവിടെ വാട്ടർ ആവശ്യമാണ്, അതുപോലെ തന്നെ നല്ല സോയിലും ആവശ്യമാണ്, നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് നോക്കൂ. ആർ ദ എനി അതർ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്, ഹൗ ടു ഫൈൻഡ് ഔട്ട്, പ്ലാൻ ആൻഡ് കണ്ടക്ട് ദ എക്സ്പെരിമെന്റ് എന്നാണ് പറഞ്ഞത്. അടുത്തതെന്ന് പറയുന്നത് വിത്ത് മുളക്കാൻ ഇവയ്ക്ക് പുറമെ ഏതെങ്കിലും ഘടകങ്ങൾ ആവശ്യമുണ്ടോ, എങ്ങനെ കണ്ടെത്താം, പരീക്ഷണം ആസൂത്രണം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ കൂട്ടുകാർ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടെത്താവുന്നതാണ്. ഇനി അടുത്തത് ഫോർ സീഡ് ടു ജെർമിനേറ്റ്. എന്താണ്? വിത്ത് മുളക്കാൻ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. നമുക്ക് മനസ്സിലായി, ജലം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലായി. ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. പക്ഷെ എന്താണ്? സോയിലോ സൺലൈറ്റോ അവിടെ എന്താണ്? നിർബന്ധമായിട്ടില്ല. ബിസൈഡ്സ് വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ എയർ ടെമ്പറേച്ചർ ആർ ഓൾസോ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. പക്ഷെ എന്താണ്? വാട്ടറും എയറും സൺലൈറ്റും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറൊക്കെ ആവശ്യമാണ്. ഡിഫറെൻറ്റ് സീഡ്സ് ഹാവ് എ ഡിഫറെൻറ്റ് ജെർമിനേഷൻ ടൈംസ് ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. നല്ല രീതിയിൽ ഇത് വളരാൻ വേണ്ടി ഇതൊക്കെ ആവശ്യമാണ്, പക്ഷെ ഇതില്ല എങ്കിലും വളരുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഓരോ സീഡ്സും ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം അവിടെ എടുക്കുന്നുണ്ട്. എല്ലാതും ഒരേപോലെ തന്നെ ജെർമിനേഷൻ നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ലൈഫ് വിത്തിൻ ദ സീഡ്. എന്താണ്? ഇവിടെ നമുക്ക് സീഡിൻ്റെ വിത്തിനുള്ളിലെ ജീവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു വിത്ത് നമ്മൾ മുളക്കാനിട്ട് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് എന്താണ്? അതിൻ്റെ റാഡിക്കിളാണ്. പിന്നെ വരുന്നത് പിന്നെ ഇങ്ങനെ മുകളിലേക്ക് വരും, അതിനെയാണ് ആ ഒരു വിത്തോടു കൂടി മുകളിലേക്ക് വരും, അതിനെ നമ്മൾ കോട്ട്ലിഡൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം വരുന്ന ആ ഒരു തണ്ടിനെയാണ് നമ്മൾ പ്ലുമൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നോക്കൂ. ദ ചേഞ്ചസ് ഇൻ ദ സീഡ്സ്. ഒരു സീഡ് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തേത് നോക്കൂ. സൈസ് ഓഫ് സീഡ്. സൈസ് ഓഫ് സീഡിൽ ഫസ്റ്റ് ഡേയിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും ദ സീഡ് ബിക്കം സോക്ഡ് ആൻഡ് ഗ്രോസ് ബിഗ്ഗർ. അതെന്താണ്? ബിഗ്ഗർ ആയിട്ട് വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് ഓഫ് സീഡിൽ തേർഡ് ഡേയിലും ഫോർത്ത് ഡേയിലും ഫിഫ്ത്ത് ഡേയിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാനില്ല. ഇനി ഔട്ടറിങ് കവർ ഓഫ് ദ സീഡ്. സീഡിൻ്റെ ഔട്ടർ ആയിട്ടുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടാവും? അതിൻ്റെ പുറന്തോടിൽ ഫസ്റ്റ് ഡേയിൽ ഒന്നും വരില്ല. സെക്കൻഡ് ഡേയിൽ ദ ഔട്ടർ ഷെൽ ബേസ്റ്റ്. അതൊന്ന് എന്താണ്? അതൊന്ന് പൊട്ടിത്തെറിക്കും അല്ലേ, അതൊന്ന് പൊട്ടിയ പോലെ ഇരിക്കും. ദെൻ പിന്നെ അതിൽ തേർഡിലും ഫോർത്തിലും ഫിഫ്ത്തിലൊന്നും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരില്ല. ദെൻ നെക്സ്റ്റ് വൺ, ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ സീഡ് അഥവാ റാഡിക്കലിൽ. അതിന് വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വരുന്ന ആ ഒരു റാഡിക്കലിൽ എന്തൊക്കെ ചേഞ്ചസ് വരും? ഫസ്റ്റ് ഡേയിലൊന്നും വരില്ല. സെക്കൻഡ് ഡേയിൽ ദ റാഡിക്കൽ എമേർജ്. റാഡിക്കൽ പുറത്ത് വരും. ദെൻ തേർഡ് ഡേയിൽ ഗ്രോസ് ലോങ്ങർ ആൻഡ് ഫോംസ് റൂട്ട് ഹെയേഴ്സ്. അതിന് എന്താണ്? ഒരു ഹെയേഴ്സ് പോലെ ഒരു റൂട്ടൊക്കെ താഴേക്ക് ഇങ്ങനെ വരും. ദെൻ ഫോർത്ത് ഡേയിൽ ഗ്രോസ് ലോങ്ങർ, അത് ഒന്നും കൂടെ വലുതാവും. ദെൻ ഫിഫ്ത്ത് ഡേ വരുമ്പോഴത്തേന് എസ്റ്റാബ്ലിഷ്ഡ് റൂട്ട് സിസ്റ്റം, അതൊരു റൂട്ട് സിസ്റ്റത്തിലേക്ക് മാറും. ദെൻ നെക്സ്റ്റ് വൺ, ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് അപ്വേർഡ് ഫ്രം ദ സീഡ് അഥവാ പ്ലുമൂൾ. പ്ലുമൂളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും ഒന്നും സംഭവിക്കില്ല. തേർഡ് ഡേ വരുമ്പോഴത്തേന് ദ പ്ലുമൂൾ എമേർജ്, അവിടെ അത് എമേർജ് ചെയ്യും. ദെൻ ഫോർത്ത് ഡേയിൽ ഗ്രോസ് ഫർദർ അപ്വേർഡ്സ്, അതെന്താണ്? ഒന്നും കൂടെ പുറത്തേക്ക് മുകളിലേക്ക് വരും അല്ലേ. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് ഡേ ആകുമ്പോഴേക്കും ഡെവലപ്ഡ് ഇൻ ടു എ ഷൂട്ട്, ഒരു ഷൂട്ട് പോലെ ഒന്നും കൂടെ നീളമുള്ളതായിട്ട് മാറും.
ദെൻ പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ് അഥവാ കോട്ടിലിഡൻ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും ഒന്നും സംഭവിക്കില്ല. തേർഡ് ഡേ വരുമ്പോഴേക്കും സ്റ്റാർട്ട് ടു എമേർജ്. തേർഡ് ഡേ ആകുമ്പോഴേക്കുമാണ് അത് പുറത്തേക്ക് വരുന്നത്. ഫോർത്ത് ഡേയിൽ ഫുള്ളി വിസിബിൾ ആൻഡ് സ്റ്റാർട്ടഡ് ടു ഓപ്പൺ. അത് പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ കഴിയുകയും അത് പുറത്തേക്ക് നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് പോലെ തോന്നുകയും ചെയ്യും. ഫിഫ്ത്ത് ഡേ വരുമ്പോഴേക്ക് ലീവ്സ് ആർ ഫുള്ളി ഓപ്പൺ. ലീവ്സൊക്കെ ഇലകളൊക്കെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ചേഞ്ചസ് സംഭവിക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കൂ, അടുത്തത് പറയാനുള്ളത് ഇവിടെ വിച്ച് ഫാക്ടേഴ്സ് ഡിഡ് ദ ബെസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ്സ് റിസീവ്. നല്ല പ്ലാന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എക്സാമിൻ ദ ഗ്ലാസസ് ഫ്രം പ്രീവിയസ് എക്സ്പെരിമെന്റ് വിച്ച് പ്ലാന്റ്സ് ഗ്രോ ബെസ്റ്റ് ആഫ്റ്റർ ജെർമിനേഷൻ. ജെർമിനേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും നന്നായി വളരുന്നത് ഏതായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റിൽ ഗ്ലാസ് 1 അല്ലേ, കാരണം അതിലെല്ലാ ഫാക്ടേഴ്സും ലഭിക്കുന്നുണ്ട്. ദെൻ വിച്ച് ഫാക്ടേഴ്സ് ഡിഡ് ദ ബെസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് റിസീവ്. നല്ല പ്ലാന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ വേണം? സൺലൈറ്റ് വേണം, എയർ വേണം, വാട്ടർ വേണം, ഫേവറബിൾ ടെമ്പറേച്ചർ വേണം, സോയിൽ വേണം. ഓക്കെ, അപ്പോൾ അവിടെ ഫേവറബിൾ ടെമ്പറേച്ചർ, വാട്ടർ, സോയിൽ എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. Hydroponics is a new method of growing plants without soil. In this method of cultivation, plants are growing in a nutrient solution instead of soil. അഥവാ മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന ഒരു ന്യൂ മെത്തേഡാണ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് പകരം നമ്മൾ പോഷകലായനി സസ്യങ്ങളിൽ വളർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ് ഇൻ ദെയർ ലീവ്സ് ഡോണ്ട് ദേ. എന്താണ്? ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണല്ലോ എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലേ, ഇലകളിലാണ് അവർ നിർമ്മിക്കുന്നത്. The food for the plant until the seed germinates and grows a leaf is obtained from the cotyledon. How many cotyledons does a pea seed have? എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിത്തുകൾ മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് നമുക്കറിയാം കോട്ട്ലിഡൻ വഴിയാണ്. പയർ വിത്തിന് എത്ര കോട്ട്ലിഡനാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര കോട്ട്ലിഡനാണ് പയർ വിത്തിനുള്ളത്? എത്രണ്ണാണ്? 2 എണ്ണമാണുള്ളത് അല്ലേ. 2 എണ്ണമാണ് അവിടെ കാണാൻ കഴിയുന്നത്. നമ്മളിവിടെ നോക്കൂ, ഗ്രീൻ ഗ്രാമിൻ്റെ ആണ് കോട്ട്ലിഡൻ തന്നിട്ടുണ്ട്. കോണിൻ്റെ കോട്ട്ലിഡൻ എൻഡോസ്പേമും ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ ലുക്ക് അറ്റ് ദ കോട്ട്ലിഡൻ ഇൻ എ കോൺ. there are 2 കോട്ട്ലിഡൻ ഇൻ എ കോൺ ആസ് ഇൻ പീ സീഡ്. എന്താണ്? പയർ വിത്തിലേതുപോലെ 2 കോട്ട്ലിഡനാണ് ചോളത്തിൽ കാണുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാണുന്നുണ്ടോ? ഇല്ല. there is only 1 കോട്ട്ലിഡൻ ഇൻ എ കോൺ. കോണിൽ എന്താണ്? ആകെ 1 കോട്ട്ലിഡൻ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എൻഡോസ്പേം ഈസ് ദ പാർട്ട് ഓഫ് അറ്റാച്ച്ഡ് ഇൻ ദ കോട്ട്ലിഡൻ ടു ദ കോട്ട്ലിഡൻ. കോട്ട്ലിഡനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇൻ പ്ലാന്റ്സ് വിത്ത് ഓൺലി 1 കോട്ട്ലിഡൻ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ എൻഡോസ്പേം അൺടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ഇറ്റ്സ് ലീവ്സ്. എന്താണ് പറയുന്നത്? ഒരു കോട്ട്ലിഡൻ മാത്രമുള്ള സസ്യങ്ങളിലെ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ഈ ഒരു എൻഡോസ്പേമിൽ നിന്നാണ്. Then ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ. ഒരു സീഡ് ജെർമിനേഷൻ നടക്കുമ്പോൾ അവിടെ വരുന്ന എന്തൊക്കെ മാറ്റങ്ങളാണെന്നാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ജെർമിനേറ്റ് സീഡ്സ് ഓഫ് ടാമറിൻഡ്, ജാക്ക് ഫ്രൂട്ട്, കാഷ്യൂ, റൈസ് ആൻഡ് കോൺ. ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് ദ സീഡ് അണ്ടർഗോസ് ആസ് ഇറ്റ് ജെർമിനേറ്റ്. നമ്മൾ പുളിങ്കുരു, അതുപോലെ തന്നെ ചക്കക്കുരു, കശുവണ്ടി, നെല്ല്, ചോളം തുടങ്ങിയ വിത്തുകൾ മുളപ്പിച്ച് നോക്കുമ്പോൾ അവിടെ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്ത് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ സീഡ് ജെർമിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ദ സീഡ് ബിക്കം സോക്ഡ് ആൻഡ് ദ ഔട്ടർ ഷെൽ ബേസ്റ്റ്. എന്താണ്? വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഫസ്റ്റ് റാഡിക്കൽ ആൻഡ് ദെൻ ദ പ്ലുമൂൾ എമേർജ്. പിന്നെന്താണ്? ആദ്യം റാഡിക്കൽ വരും, അതിനുശേഷം പ്ലുമൂൾ പുറത്തേക്ക് വരുന്നു. ദ റാഡിക്കൽ ബിക്കംസ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. റാഡിക്കൽ എന്ന് പറയുന്നത് ആ ഒരു പ്ലാന്റിന്റെ റൂട്ടാണ്. ദ പ്ലുമൂൾ ബിക്കംസ് ദ സ്റ്റെം ആൻഡ് ലീഫ്. പ്ലുമൂൾ പിന്നീട് സ്റ്റെമ്മും ലീഫുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദ ഗ്രോയിങ് പ്ലാന്റ് കൺസ്യൂംസ് ദ ഫുഡ് സ്റ്റോർഡ് ഇൻ ദ കോട്ട്ലിഡൻ ഓർ എൻഡോസ്പേം അൺടിൽ ഫോട്ടോസിന്തസിസ് ഈസ് ഫുള്ളി ഫങ്ഷൻ. അഥവാ പൂർണ്ണമായിട്ടും ഫോട്ടോസിന്തസിസ് നടക്കുന്നത് വരെ ഇതുപോലെ കോട്ട്ലിഡനിലോ അതുപോലെ തന്നെ എൻഡോസ്പേമിലോ വെച്ചിട്ടാണ് അവർ ആഹാരം വളർന്നു വരുന്ന ആഹാരം സസ്യത്തിന് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗങ്ങളിൽ നിന്നാണ്.
ദെൻ വൈ ഡു പ്ലാന്റ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ്? എന്തുകൊണ്ടാണ് സസ്യങ്ങൾ വിത്തിൽ വെച്ച് ആഹാരം സംഭരിച്ചു വെക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താണ്, അവർക്ക് മണ്ണിൽ നിന്നും കിട്ടുന്ന മിനറൽസും വിറ്റാമിൻസും ഒക്കെ മണ്ണിൽ നിന്ന് കിട്ടുന്നത് ഈ റൂട്ടിലൂടെയാണ്. ഓക്കെ, ദെൻ വാട്ട് സീഡ്സ് ഡു വി ഈറ്റ്? അതുപോലെ തന്നെ ഏതെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് വിത്തുകൾ നമ്മൾ ആഹാരമാക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡ് നമ്മൾ ആഹാരമാക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പുളിങ്കുരു നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരുപാടെണ്ണം നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് പ്ലാന്റിങ് വിത്തൗട്ട് സീഡ്സ് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത പാട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും ലെറ്റ്സ് അസസ് ആക്ടിവിറ്റീസും നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.